Here today we discuss different words to describe feeling: happy, sad, angry, and tired. These are different moods or different feelings, and we have to use different or separate words for expressing these kind of human moods. First of all, we go through some words. The word amused is used to show a kind of a happy situation, and depressed is a kind of word which is used to show our sad mood, and the word annoyed is used to show angry, and weary, that is a kind of word which is used to show a kind of a tired feeling. വ്യത്യസ്ത മാനസികാവസ്ഥകളെ പ്രതിഫലിക്കാൻ വ്യത്യസ്ത വാക്കുകളാണ് ഉപയോഗിക്കുക. ഒന്നാമത്തെ വാക്ക് അമ്യൂസ്ഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ദി ചിൽഡ്രൻ വേർ അമ്യൂസ്ഡ് ബൈ ദ ക്ലൗൺസ് സില്ലി ആൻറ്റിക്സ്. വിദൂഷകൻ്റെ നിസാരമായ കോമാളിത്തരങ്ങൾ കൊണ്ട്, പ്ലേഫുൾ ബിഹേവിയർ കൊണ്ട്, ആൻറ്റിക്കുകൾ കൊണ്ട് കുട്ടികൾ വളരെ രസം പിടിച്ചു, കൗതുകത്തോടെ നോക്കിയിരുന്നു. അറ്റ് ദ ബർത്ത്ഡേ പാർട്ടിയിലാണ് ഈ സംഭവം നടന്നത്. വേറൊരു വാചകം നോക്കാം. ഷി വാസ് അമ്യൂസ്ഡ് ബൈ ദ സില്ലി മീം എന്ന് പറഞ്ഞാൽ വൈറലായ ഒരു ഇമേജോ ജിഫോ, സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലൊക്കെ വരുന്ന സ്റ്റിക്കർ പോലെ അയച്ചു കൊടുക്കുന്ന ജിഫൊക്കെ ആവും. എന്തായാലും അവളത് കണ്ടിട്ട് അവളുടെ ഫ്രണ്ട് അയച്ചു കൊടുത്ത, ഹെർ ഫ്രണ്ട് സെൻഡ് ഹെർ ഓൺ വാട്സാപ്പ്, ഫ്രണ്ട് വാട്സാപ്പിൽ അയച്ചു കൊടുത്ത ഒരു സിറ്റുവേഷന് മാച്ചായ ഒരു മീം കണ്ടിട്ട് അവൾ വളരെ അമ്യൂസ്ഡ് ആയി. ഷി വാസ് അമ്യൂസ്ഡ് ബൈ ദ സില്ലി മീം, ഹെർ ഫ്രണ്ട് സെൻഡ് ഹെർ ഓൺ വാട്സാപ്പ്. നെക്സ്റ്റ്, ദി ഓഡിയൻസ് വാസ് അമ്യൂസ്ഡ് ബൈ ദ വിറ്റി ബാൻറ്റർ. ബാൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകൾ ഉപയോഗിച്ച് ഉരുളക്കുപ്പേര് പോലുള്ള മറുപടി, അല്ലെങ്കിൽ ഫലിത പരിഹാസം, സർക്കാസം ബിറ്റ്വീൻ ടു കൊമേഡിയൻസ്. വേദിയിൽ രണ്ട് കൊമേഡിയൻസ് നിൽപ്പുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് ചില പ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതിനിടയിൽ ഓഡിയൻസ് വളരെ അമ്യൂസ്ഡായി ഇവരുടെ ഈ വിറ്റി ബാൻറ്റർ കണ്ടിട്ട്. ബാൻറ്റർ എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ടുള്ള കളി, വേർഡ് പ്ലേ അല്ലെങ്കിൽ സർക്കാസം, അതിലൂടെ തമാശ ജനിപ്പിക്കുന്നു. വേറൊരു വാക്ക്, ഷി വാസ് അമ്യൂസ്ഡ് ബൈ ദ അബ്സേർഡിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ സാഹചര്യത്തിൻ്റെ വിഡിതം, പൊട്ടതരം കണ്ടിട്ട് അവൾ ശരിക്കും പറഞ്ഞാൽ അമ്യൂസ്ഡായി. അവൾ ആഹ്ലാദിച്ചു സന്തോഷിച്ചു എന്നതിനേക്കാളപ്പുറം അവൾക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ചിരി വന്നു പോയി. ആൻഡ് കുഡിൻ ഹെൽപ്പ് ബട്ട് ലവ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ചിരിക്കുകയല്ലാതെ. ഇനി വേറൊരു വാചകം നോക്കാം. ദ പ്ലേഫുൾ കിറ്റൺ amused itself by chasing a ball of yarn around the room. ഒരു പൂച്ചക്കുട്ടി അതിൻ്റെ വിനോദരസത്തിൽ ഒരു മുറിക്ക് ചുറ്റും ഒരു ഉരുളൻ പന്ത് പോലുള്ള കമ്പിളി നൂലിൻ്റെ ഒരു പന്ത് അത് ഉരുട്ടിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടി നടന്നു. പ്ലേഫുൾ കിറ്റൺ ആണ്. ഓക്കെ, അത് ഒരു രസം, അമ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു രസം പിടിക്കുക, അല്ലെങ്കിൽ രസിച്ച് ചിരിക്കുക, രസിച്ച് സന്തോഷിക്കുക എന്ന ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 5 വാക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്.